ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. എക്സാമിനൊക്കെ തീർച്ചയായിട്ടും ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഭാഗമാണ് ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്. 15 മാർക്കിന് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വരുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പം എന്താണ് ഫൈനൽ അക്കൗണ്ട്സ്? സാധാരണ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പറയും പോലെ തന്നെ, അതായത് സോൾ ട്രേഡിംഗ് കൺസേണിലും പാർട്ണർഷിപ്പിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ അവിടെ ഈ ഒരു ബാങ്കിങ് കമ്പനിയിലെ ഫൈനൽ അക്കൗണ്ട്സിൽ ഉൾപ്പെടുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. അതായത് ഫൈനൽ അക്കൗണ്ട്സിൽ പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു സെക്ഷൻ 39 ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ is required to prepare the end of each accounting year a balance sheet and a profit and loss account as on that 2 days of the year. The last working day ഓഫ് ദി ഇയർ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ചെയ്യുന്നത്. അപ്പം ഒരു ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഒരു ഫോമാറ്റ് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം അതിൻ്റെ ഒരു ഫോമാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന ഫസ്റ്റ് അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻറ്റഡ് ഏതാണോ ഡേറ്റ് അത് ഇടുന്നു. പിന്നെ ഇതിൽ ഈ ഒരു ഫോമാറ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് ബാങ്കിങ് കമ്പനിയുടെ. ഇവിടെ ഇയർ എൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെഴുതാം, ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഇയർ മാത്രമാണ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇയർത്തെ എമൗണ്ട് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഐറ്റം ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. സാധാരണ സോൾ ട്രേഡിംഗ് കൺസേണിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും ആയിട്ടാണ് എഴുതുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2 സൈഡ്സിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരേ സൈഡിൽ തന്നെയാണ് എല്ലാം ഇൻകവും എക്സ്പെൻഡിച്ചറും എല്ലാം എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ എഴുതുന്നത്? ഇൻകമാണ്. അപ്പം ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഷെഡ്യൂൾ നമ്പർ ഇട്ട് കൊടുക്കണം. ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ഒരു കോളം ഷെഡ്യൂൾ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 13th ഷെഡ്യൂളാണ്, 13ാമത്തെ ഷെഡ്യൂളാണ്. അപ്പം ഇൻകം ആദ്യം എഴുതും. അതിൽ എന്തൊക്കെ ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനികൾ ഏതൊക്കെ രീതിയിൽ കൂടി വരുമാനം നേടുന്നുണ്ട് അല്ലെങ്കിൽ ഇൻകം നേടുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഏൺഡ്, അവർ ക്യാഷ് കടം കൊടുത്തിട്ട് അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ ബാങ്കിലേക്ക്. അപ്പം അതിൽ കൂടിയാണ് എന്ത് ബാങ്ക് പ്രധാനമായിട്ടും അവരുടെ ഇൻകം നേടുന്നത്. അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും. അപ്പം ഇൻകത്തിൽ ഇൻട്രസ്റ്റ് ഏൺഡ് 13ാമത്തെ സെക്ഷനും അതർ ഇൻകം 14th സെക്ഷനുമാണ്. അപ്പം ഇൻകം നമ്മൾ അവിടെ എഴുതും. പിന്നെ എക്സ്പെൻഡിച്ചറാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം? ഇൻട്രസ്റ്റ് കൊടുക്കുന്നതുണ്ടാവും അല്ലേ. ഇൻവെസ്റ്റേഴ്സിനൊക്കെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അവിടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ട്രാൻസാക്ഷന് ഇൻട്രസ്റ്റ് കിട്ടുന്നതുണ്ടും. ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഇൻട്രസ്റ്റ് വരികയാണ് ചെയ്യുക ബാങ്കിലേക്ക്. അതാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഏൺഡ് പറയുന്നത്. ഇനി കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബാങ്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് എക്സ്പെൻഡിച്ചർ, അതാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. 15th സെക്ഷനാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് 16th സെക്ഷനുമാണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രധാനമായിട്ട് വരുന്ന 2 എന്താ പറയുന്നത് ടൈപ്സ് ഓഫ് ആസ്പെക്ട്സുകളാണ് ഇൻകം, എക്സ്പെൻഡിച്ചർ. ഇൻകം ആദ്യം ഏതൊക്കെയാണെന്ന് എഴുതും, അത് ടോട്ടൽ ചെയ്യും നമ്മൾ. പിന്നെ എക്സ്പെൻഡിച്ചർ ചെയ്യും, അതും ടോട്ടൽ ചെയ്യും. അപ്പം ഇത് രണ്ടും ഇൻകവും എക്സ്പെൻഡിച്ചറും ഏതാണോ കൂടുതൽ അല്ലേ. അപ്പം ഇൻകം കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആണെന്ന് പറയാം, എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ ലോസ് ആണെന്ന് പറയാം. അത് രണ്ടും നമ്മൾ ഡിഫറൻസ് നോക്കിയിട്ട് എഴുതും. പിന്നെ നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇപ്പം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസോ കിട്ടും. പിന്നെ പ്രോഫിറ്റ് ലോസ് ഫോർവേഡ്, അത് ഫോർവേഡ് ചെയ്യുന്നത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതിയതിൻ്റെ ശേഷം പിന്നെ ഇതവിടെ പറയുന്നുണ്ട് 1 - 2 അല്ലേ. അപ്പം ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പം എന്ത് കിട്ടും? പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ അതെന്ത് ചെയ്യണം? അത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രോപ്രിയേഷൻസ്
ട്രാൻസ്ഫർ ടു ഈ കിട്ടുന്ന പ്രോഫിറ്റുകളോ അല്ലെങ്കിൽ റിസർവ്സുകളൊക്കെ വേറെ പ്രോഫിറ്റുകളൊക്കെ റിസർവിലേക്കൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർവിലേക്ക് മാറ്റപ്പെടുന്ന ഇതോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്രോപ്രിയേഷൻസിലാണ് എഴുതുന്നത്. അതും അപ്രോപ്രിയേഷൻസിൻ്റെ അണ്ടറിൽ വരുന്നത് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, പിന്നെ ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതിലേക്കൊക്കെ മാറ്റുന്നതെല്ലാം അപ്രോപ്രിയേഷൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ പ്രോഫിറ്റിൽ നിന്നും ഇതും മൈനസ് ചെയ്തതിൻ്റെ ശേഷം വരുന്ന എമൗണ്ട് ആണ് എന്ത്? ബാലൻസ് ക്യാരിഡ് ടു ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് എന്തെഴുതും? ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന പ്രോഫിറ്റോ ലോസോ അതിൽ നിന്നും ഈ അപ്രോപ്രിയേഷൻസ് ഒക്കെ മൈനസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് ആയിരിക്കും. ഇതാണ് ടോട്ടൽ. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇതിൽ തന്നെ നമ്മൾ ഓരോ ഷെഡ്യൂളുകൾ, ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 13ാമത്തെ ഷെഡ്യൂളാണ്. അപ്പം ഏതൊക്കെ രീതിയിൽ ഇൻട്രസ്റ്റ് നേടാം 13ാമത്തെ ഷെഡ്യൂൾ മാത്രം വേറെ ആയിട്ട് എഴുതുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, അഡ്വാൻസസ്, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് റിസർവ് ബാങ്കിൽ നിന്നും അതർ ഇൻട്രസ്റ്റ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇവിടെ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ഏണ്ടിൻ്റെ നേരെ എഴുതുന്നത്. പിന്നെ അതർ ഇൻകംസ്, ഷെഡ്യൂൾ 14 അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ പിന്നെ ഏതാണ് വരുന്നത്? അതും നമ്മൾ ഏതൊക്കെ ഇൻകംസ് ആണോ അത് കൂട്ടിയിട്ടാണ് അവിടേക്ക് മാറ്റുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഏതൊക്കെയാണ് നോക്കണം. ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, RBIക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, പിന്നെ അതർ ഇൻട്രസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എഴുതും. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ വരച്ചിട്ട് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എഴുതിയതിൻ്റെ ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് ഏതിൻ്റെ അണ്ടറിലേക്കാണോ അവിടെ കിട്ടുന്ന ഈ ടോട്ടലായിരിക്കും ഇവിടേക്ക് മാറ്റി എഴുതുന്നത്. അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണോ അതെല്ലാം എഴുതിയിട്ട് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. അതെന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറിൻ്റെ നേരെ എമൗണ്ട് എഴുതി കൊടുക്കാം. ഷെഡ്യൂൾ ഡിഫറൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതേപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഫസ്റ്റ് എഴുതുന്നത് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ക്യാപിറ്റൽ എഴുതും ആദ്യം. ക്യാപിറ്റൽ നമ്മൾ ഇവിടെയാണ് ഷെഡ്യൂൾ 1, 2, 3 എന്നാണ് തുടങ്ങുന്നത്. ബാലൻസ് ഷീറ്റിലാണ് ഷെഡ്യൂൾ ഫസ്റ്റ് മുതൽ തുടങ്ങുന്നത്. അപ്പം ഇവിടെ ക്യാപിറ്റൽ 1 ഷെഡ്യൂളാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടെങ്കിൽ 2ാമത്തെ ഷെഡ്യൂളാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷെഡ്യൂൾ വേറെ എഴുതുന്നുണ്ട്. ഇവിടെ ഷെഡ്യൂൾ 2 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എഴുതുന്നു. പിന്നെ ഷെഡ്യൂൾ 1 ക്യാപിറ്റൽ ഏതാണോ ക്യാപിറ്റൽ വരുന്ന രീതി എഴുതുന്നു. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആദ്യം എഴുതും. പിന്നെ ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ റിസർവ്സുകളൊക്കെ ആദ്യം എഴുതും. പിന്നെ ക്യാപിറ്റൽ റിസർവ്സ്, ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നാണ് പറയുന്നത്. അപ്പം പ്രോഫിറ്റും ലോസും ഒക്കെ ഇതിലാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പം ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതെല്ലാം ചെയ്തതിൻ്റെ ശേഷമുള്ള ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലേക്ക് മാറ്റുന്നു. അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെപ്പോസിറ്റ്സ്, ബോറോയിങ്സ്, അതർ ലയബിലിറ്റീസ്, ഇതെല്ലാം ഈ ഒരു കമ്പനിയുടെ ലയബിലിറ്റീസാണ് അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഉൾപ്പെടുന്നതാണ്. അത് ടോട്ടൽ ചെയ്യും. പിന്നെ ഇതേപോലെ ഇത് 2 സൈഡാക്കിയിട്ടല്ല എഴുതുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് അസറ്റ്സുകളാണ്. ഏതൊക്കെ അസറ്റ്സുകൾ ബാങ്കിനുണ്ടോ അതെല്ലാം എഴുതുന്നു. അപ്പം ക്യാഷ് ബാലൻസ് 6ാമത്തെ ഷെഡ്യൂൾ. ഈ ഷെഡ്യൂൾ നിർബന്ധമായിട്ടും ഓരോന്നും എത്രാമത്തെ ഷെഡ്യൂളിലാണ് വരുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ക്യാപിറ്റലാണ് 1ാമത്തെ ഷെഡ്യൂൾ, റിസർവ്സ് 2ാമത്തെ ഷെഡ്യൂളാണ്. അങ്ങനെ ഓരോന്നും ഷെഡ്യൂൾ നമ്പർ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. പിന്നെ അതേപോലെ ബാലൻസ് വിത്ത് ബാങ്ക്സ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 8th ഷെഡ്യൂൾ, അഡ്വാൻസസ് 9th ഷെഡ്യൂൾ, ഫിക്സഡ് അസറ്റ്സ് 10th, അതർ അസറ്റ്സ് 11th. അങ്ങനെ രണ്ടും കൂടി എന്ത് ചെയ്യും? ഇതും ടോട്ടൽ ചെയ്യും. അപ്പം ഈ കിട്ടുന്ന ഇതും ഈ ഒരു ബാലൻസ് ഇവിടെ കിട്ടുന്ന ബാലൻസും ഇവിടെ കിട്ടുന്ന ബാലൻസും ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവിടെ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്തെങ്കിലും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് 12th ഷെഡ്യൂളാണ്. അത് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ കിട്ടും. അതിൻ്റെ പുറമേ ആയിട്ട് എന്ത് കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൻ്റെ ലാസ്റ്റ് ഐറ്റം ആക്കിയിട്ട് കണ്ടിജൻറ്റ് ലയബിലിറ്റി കാണിച്ചാൽ മാത്രം മതി. ബാലൻസ് ഷീറ്റിലും ഷെഡ്യൂളുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ ഓരോ ഷെഡ്യൂളുകളും നമ്മൾ പറഞ്ഞു
അതർ ലയബിലിറ്റീസ് 5ാമത്തെ ഷെഡ്യൂളിലാണ്, ക്യാഷ് 6ാമത്തെ ഷെഡ്യൂളാണെന്നൊക്കെ പറയും. ഇതെല്ലാം സെപ്പറേറ്റ് എഴുതിയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് അങ്ങോട്ട് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫോമാറ്റ്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫോളോയിങ് ദി ലെഡ്ജർ ബാലൻസ് ഓഫ് എക്സ് ബാങ്ക് ലിമിറ്റഡ്. ഒരു ബാങ്കിൻ്റെ ലെഡ്ജർ ബാലൻസ് ആണ് തന്നത്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2020 ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാണ്. എന്തൊക്കെ ഐറ്റമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കണം. ആദ്യം ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ എടുക്കുന്നതാണ് അല്ലേ. റിസർവ് ഫണ്ട് ആൻഡ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ജനറൽ എക്സ്പെൻസ്, കറണ്ട് അക്കൗണ്ട്സ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, സേവിങ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ബ്രോഡ് ഫോർവേഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്, ക്യാഷ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ക്യാഷ് വിത്ത് RBI, ഓയിങ് ബൈ ഫോറിൻ കറസ്പോണ്ടൻസ്, ഷോർട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത് ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ ഏത് ഷെഡ്യൂളിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ബിൽസ് ഡിസ്കൗണ്ടഡ്, പ്രൊമിസസ്. പിന്നെ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് റിക്വയർഡ്, പ്രൊവിഷൻ തന്നിട്ടുണ്ട് ഒരു എമൗണ്ട്. പിന്നെ ബാങ്ക് ഹാഡ് ബിൽസ് ഫോർ കളക്ഷൻ, ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ് 5 lakh ആൻഡ് അക്സെപ്റ്റൻസ് എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഗ്യാരണ്ടി 16 lakh. അങ്ങനെ 2 എമൗണ്ടും തന്നിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഇസ് ദ ബാലൻസ് ലെഫ്റ്റ് ഓൺ ദാറ്റ് അക്കൗണ്ട് ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എമൗണ്ടിങ് 2 lakh. ഇൻറ്ററിം ഡിവിഡൻറ്റ് എത്രയാണ്? 2 lakh ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മൾ ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം ആദ്യം. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ 2 എമൗണ്ട് കോളം എഴുതേണ്ട ആവശ്യമില്ല, ഒരു എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയാൽ മതി എമൗണ്ടുകൾ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ്? ഇൻകം ആണ് ആദ്യം എഴുതുന്ന എമൗണ്ട് അല്ലേ. ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് കാണിക്കുന്നത് എന്താണ്? ഇൻകം ആണ്. ഇൻകം എന്ന് എഴുതിയിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് എഴുതുന്ന ഐറ്റം എന്താണ്? ഇൻകം ആണ് അല്ലേ. അതിൽ ഇൻട്രസ്റ്റ് ഏൺഡ് ആദ്യം ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 13 ആണ്. ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പം ഇതൊക്കെ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ എഴുതേണ്ട പാർട്ട് തന്നെയാണ്. ഇൻട്രസ്റ്റ് ഏൺഡ് 13th ഷെഡ്യൂളാണ്. അപ്പം ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഏൺഡ് നമുക്ക് തന്നിട്ടുള്ളത്? 13th ഷെഡ്യൂള് ഏതൊക്കെ ഇൻട്രസ്റ്റ് ഈ ഒരു ബാങ്കിങ് കമ്പനി നേടിയിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഷെഡ്യൂൾ നമ്പർ 13 ഒന്ന് സെപ്പറേറ്റ് എഴുതുക. ഷെഡ്യൂൾ 13 എന്താണ്? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഷെഡ്യൂൾ നമ്പർ 13 ആണ് ഇൻട്രസ്റ്റ് ഏൺഡ്. ഇതിങ്ങനെ വരച്ചിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇൻട്രസ്റ്റ് ഏൺഡിൽ ഏതൊക്കെയാണ് ബാങ്കിങ് കമ്പനി നേടിയിട്ടുള്ള ഇൻട്രസ്റ്റ്? ഇത് ഓരോന്നും നോക്കിയാൽ അറിയാം. ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ജനറൽ എക്സ്പെൻസ്. ഇതിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ. ഈ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇതെന്താണ്? 1,80,000 ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓരോന്നും എടുക്കുന്ന ഐറ്റം നമ്മൾ ടിക്ക് ചെയ്ത് പോകണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്താണ്? ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് ഡിസ്കൗണ്ട് കിട്ടി എന്നാണ് പറയുന്നത്. അത് എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടിയതാണ് അല്ലേ. 1,80,000. അപ്പം ഇൻട്രസ്റ്റ് ഇതിൻ്റെ നേരെ ഒന്ന് എഴുതാം. എന്ത്? ഇൻട്രസ്റ്റ് 1,80,000 എഴുതാം. പിന്നെ വേറെ ഏതാ കിട്ടിയിട്ടുള്ളത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? 53 ആണല്ലേ. 5,32,000 ആണ്. 18 അല്ല, 5,32,000 ആണ്. 5,32,000 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്.
ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് 1,80,000. ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ഈ രണ്ട് ഇൻകം ആണ് ബാങ്കിലേക്ക് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് ബാങ്കിലേക്ക് കിട്ടിയിട്ടുള്ള ഇൻകം. ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,80,000 ഇൻട്രസ്റ്റ് റിസീവ്ഡ് 5,32,000. അത് രണ്ടും ആണ് നമ്മൾ എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പിന്നെ അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,80,000. വേറെ ഏതെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടോ നോക്കണം. ക്യാഷ് വിത്ത് RBI, ഷോർട്ട് ലോൺസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊന്നും ബാങ്ക് നേടിയിട്ടുള്ള ഇൻകം അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ അറിയാം ബാങ്കിലേക്ക് വന്നിട്ടുള്ള ഇൻകം ഏതൊക്കെയാണ്. ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ബാങ്കിലേക്ക് ഇൻകം വരും. അതേപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, കിട്ടിയതാണ്. ഇത് രണ്ടുമാണ് എന്ത് ഇൻകം ഏണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ എത്രാമത്തെ ഷെഡ്യൂൾ 13th വരുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത് നോക്കണം. 7,12,000 ഉണ്ടാവും. അതെന്ത് ചെയ്യണം ഇനി? ഇത് എമൗണ്ട് കോളത്തിലേക്ക് മാറ്റിയിട്ട് എഴുതണം. എമൗണ്ട് കോളത്തിലേക്ക് മൊത്തം എഴുതിയാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി. 7,12,000. ഇനി അതേപോലെ നെക്സ്റ്റ് 13ാമത്തെ ഷെഡ്യൂൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി 14th ഷെഡ്യൂൾ ഏതാ നോക്കണം. 14th ഷെഡ്യൂൾ എന്തായിരിക്കും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ പഠിച്ചതാണ്. അതർ ഇൻകംസ്, വേറെ ഏതെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അതർ ഇൻകംസ്. അതർ ഇൻകംസിൽ വേറെ ഏതെങ്കിലും അതർ ഇൻകംസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും ഇതിലൊന്നും പെടാത്ത ഇൻകംസ് ഏതാണുള്ളത് നോക്കണം. അതർ ഇൻകംസിൽ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. ഇവിടെ നമുക്കറിയാം കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എത്രയുണ്ട്? 44,000 ഉണ്ട് അല്ലേ. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് 44,000. അത് നെക്സ്റ്റ് ഷെഡ്യൂൾ 14 അതർ ഇൻകംസ് എന്താണ്? കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് 44,000 എന്ന് കാണിക്കും. അത് തന്നെ എന്ത് ചെയ്യുക? അവിടെ 14th ഷെഡ്യൂളിൽ 44,000 ഇവിടെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഓരോ ഷെഡ്യൂളും ഇത് എഴുതുന്ന പോലെ തന്നെ ഇങ്ങനെ ഷെഡ്യൂൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം. ഇനി ഞാൻ എല്ലാ ഷെഡ്യൂളും ഞാൻ എഴുതുന്നില്ല. ഷെഡ്യൂൾ ഇവിടെ ഏതൊക്കെ ഷെഡ്യൂളാണോ പറയുന്നത് അത് സെപ്പറേറ്റ് എഴുതിക്കൊണ്ട് ഇത് ടോട്ടൽ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ബാലൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എഴുതുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഐറ്റം മാത്രമൊക്കെ ആണെങ്കിൽ ഇവിടെയും കാണിക്കണം, എന്നാലും ഞാനത് ജസ്റ്റ് ഇവിടെ എഴുതിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പം ഇതാണ് ഇൻകത്തിൽ വരുന്നത്. ഇനി ഇൻകം അതർ ഇൻകംസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എത്ര ഉണ്ടാവും നോക്കണം. 7,56,000 ആയിരിക്കും ഇൻകത്തിൻ്റെ ടോട്ടൽ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ്? എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചറിൽ 15ാമത്തെ എക്സ്പെൻഡിച്ചർ എന്താണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഇതൊക്കെ ഇതേ ഫോർമാറ്റിൽ തന്നെ പഠിച്ചു വെക്കണം. ഇത് ഷെഡ്യൂൾ 15ാമത്തേത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. എന്തെങ്കിലും ബാങ്കിങ് കമ്പനി ഇൻട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തതുണ്ടെങ്കിൽ അതാണ് എന്ത്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡിൽ പറയുന്നത്. ഇപ്പം ഇൻട്രസ്റ്റ് കൊടുത്തത് നമുക്കറിയാം, ഇവിടെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് അല്ലേ. എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്? 1,61,000 ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും ഷെഡ്യൂൾ ഇതേപോലെ ഇവിടെ സെപ്പറേറ്റ് എഴുതി കാണിക്കണം. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോവാം. ഇതിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാണ്? 1,61,000. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഇതിലേക്ക് കൂടി പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർലൈൻ ചെയ്യാം. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഇനി ഏതാണ് ഇൻട്രസ്റ്റ്? അതേപോലെ ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടോ നോക്കുക. ബാങ്ക് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തത് വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കണം. അത് ഇതിലൊന്നും കാണുന്നില്ല. അപ്പം ഇത്രയാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡിൽ പറയുന്നത്. പിന്നെ അതേപോലെ വേറെ എക്സ്പെൻഡിച്ചർ എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്.
ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് 16ാമത്തെ ഷെഡ്യൂൾ. ഞാൻ പറഞ്ഞു ഈ ഷെഡ്യൂളും ഇതും ഇങ്ങനെ പഠിച്ചു വെക്കാന്നല്ലാതെ നിവൃത്തിയില്ല. ഫസ്റ്റ് ഇൻകം 13ാമത്തേതാണ്, അത് ആദ്യം എഴുതണം. അതർ ഇൻകം 14ാമത്തേതാണ്, അത് നെക്സ്റ്റ് എഴുതണം. ഇൻകം കഴിഞ്ഞു. ഇനി എക്സ്പെൻഡിച്ചറിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ് 15ാമത്തേത്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇന്ന് അതിലുണ്ടോ നോക്കണം ക്വസ്റ്റ്യനിൽ. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് 16ാമത്തെ ഷെഡ്യൂള്, അതും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം. അപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് ജനറൽ എക്സ്പെൻസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ജനറൽ എക്സ്പെൻസ് എത്രയാണ്? 1,82,000 ആണ് പറയുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് ജനറൽ എക്സ്പെൻസ് വരുന്നത് 1,82,000. അപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. പിന്നെ വേറെ ഏതെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതാണ് എന്ത്? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്. അത് നമുക്കറിയാം. നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? ഈ ഒരു രീതിയിലാണ് ഫോർമാറ്റ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് ആണ്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ എന്തെങ്കിലും പ്രൊവിഷൻ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ നോക്കണം. പ്രൊവിഷൻസ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് റിക്വയർഡ് 1,29,000. ഇപ്പം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസിയിൽ എന്ത് എഴുതാം? അവിടെ എന്തില്ല? ഷെഡ്യൂൾ നമ്പർ ഇല്ല അതിൽ. 1,29,000. അപ്പം എക്സ്പെൻഡിച്ചർ എല്ലാമായി. ഈ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം? പിന്നെ ടോട്ടൽ ചെയ്യണം. 4,72,000 ഉണ്ടാവും എക്സ്പെൻഡിച്ചർ. അപ്പം ഇൻകം കിട്ടി, എക്സ്പെൻഡിച്ചർ കിട്ടി. ഞാൻ പറഞ്ഞു ഈ ഒരു ഫോമാറ്റിൽ ഇത് പഠിച്ചു വെക്കണം. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് എന്തൊക്കെ കൊടുത്തു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എന്തൊക്കെ ജനറൽ എക്സ്പെൻസ് ഒക്കെ ഓപ്പറേറ്റിംഗിൽ വരുന്നതാണ്, എന്തൊക്കെ വന്നു, പിന്നെ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ്? പ്രോഫിറ്റ് ഓർ ലോസ്. അതാണ് മൂന്നാമത്തേത് അല്ലേ? പ്രോഫിറ്റോ ലോസോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് നോക്കണം. ഇവിടെ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റോ ലോസോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 1, 2, ഇതിന് 3 എന്ന് കൊടുക്കാം അല്ലേ? അപ്പം 1 - 2 എന്ന് പറയാം. എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. 1 - 2, അതായത് ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും കിട്ടുന്നത്? 2,84,000. 2,84,000. പിന്നെ അതിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ബിഫോർ ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇൻറ്ററിം ഡിവിഡൻറ്റ് എത്രയാണ് കൊടുക്കുന്നത്? അതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻറ്ററിം ഡിവിഡൻറ്റ് അവിടെ പറയുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഈസ് ദ ബാലൻസ് ലെഫ്റ്റ് ഓൺ ദാറ്റ് അക്കൗണ്ട് ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എമൗണ്ടഡ് 2 lakh. അപ്പം ഈ 2 lakhും ഇവിടെ ഇൻറ്ററിം ഡിവിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഫോർവേഡ് 2,30,000. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള ബാലൻസ് എത്രയുണ്ട്? ഇത് നമ്മൾ ചെയ്ത് കിട്ടിയ സമയത്ത്, ഇത് ബാലൻസ് ചെയ്ത സമയത്ത് എത്ര കിട്ടിയിട്ടുണ്ട്? 2,84,000 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുകൾ എന്തെങ്കിലും ഇതിലേക്ക് മാറ്റണമെങ്കിൽ അതാണ് പ്രോഫിറ്റ് ഫോർവേഡ്, പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് 2,30,000 തന്നിട്ടുണ്ട് അല്ലേ? 2,30,000 പ്ലസ് പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇൻറ്ററിം ഡിവിഡൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അതിലേക്ക് പറഞ്ഞിട്ടുള്ളത്.
അപ്പം ഈ ഇൻ്ററിം ഡിവിഡൻറ്റും കൂടി അതിലേക്ക് കൂട്ടേണ്ടതാണ്. അപ്പം പ്ലസ് എന്തുണ്ടാവും, 2 lakh ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എത്ര വരുന്നത്, 4,30,000 വരുന്നത്. 2,84,000 4,30,000. ഇത് നമ്മൾ ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ലോസും അല്ലെങ്കിൽ പ്രോഫിറ്റും ഇതെന്താണ്, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫോർവേഡ് ചെയ്തതുമാണ് 4,30,000. ഫോർവേഡ് ചെയ്തത് ഇൻ്ററിം ഡിവിഡൻറ്റ് 2 lakhും പിന്നെ നമുക്ക് ലെഡ്ജർ ബാലൻസ് തന്നിട്ടുള്ള 2,30,000 കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അപ്പം ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാവുക, ഇപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് 7,14,000 ആയിരിക്കും ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. പിന്നെ ഇതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഇനി നാലാമത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അപ്രോപ്രിയേഷൻസിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റുന്നതും ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കുന്നതും ഒക്കെ എന്താണ് ഈ ഒരു അപ്രോപ്രിയേഷൻസിൻ്റെ അണ്ടറിലാണ്. ആ ഫോർമാറ്റ് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് നമുക്ക് അറിയാം ഈ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 25% ആണെന്നൊക്കെ തിയറി ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അതായത് ഈ ഒരു എമൗണ്ടിൻ്റെ മുകളിലായിരിക്കണം 25,000 കാണേണ്ടത്. ഇതാണ് ഈ വർഷത്തെ പ്രോഫിറ്റ്. ഇത് ഫോർവേഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ്. അതായത് നമുക്ക് ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡ് കുറച്ചിട്ട് കിട്ടിയത് 2,84,000 ആണ്. അപ്പം ഇതിൻ്റെ മുകളിലായിരിക്കണം 25,000 എന്ത് കാണേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് കാണേണ്ടത്. അപ്പം നെക്സ്റ്റ് അപ്രോപ്രിയേഷൻസിൽ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എത്രയാണ്, 25% ആണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഏതിൻ്റെ മുകളിൽ കാണണം, ഇതാണ് പ്രോഫിറ്റ് 2,84,000 ഇൻറ്റു 25% ആണ് അല്ലേ. 25% ആകുന്ന സമയത്ത് എത്ര ഉണ്ടാവും, 71,000 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അപ്രോപ്രിയേഷൻസിൽ വരുന്നത് ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുത്തതുണ്ടെങ്കിൽ അത് വരും. ഇൻ്ററിം ഡിവിഡൻറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. എത്രയാണ് ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുത്തിട്ടുള്ളത്, 2 lakh ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ്ററിം ഡിവിഡൻറ്റ് 2 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻ്ററിം ഡിവിഡൻറ്റ് 2 lakh ആണ്. അപ്പം ഇത്രയും ആണ് നമ്മൾ അപ്രോപ്രിയേഷൻസിൽ വരുന്നത്. അപ്പം അപ്രോപ്രിയേഷൻസിൽ ഇത്ര, അതായത് ഈ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഇതൊക്കെ കൊടുത്ത് തീർക്കേണ്ടതാണ്. അപ്പം അപ്രോപ്രിയേഷൻസ് ഇതിൽ നിന്നും ഇതെല്ലാം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരും നോക്കണം ലാസ്റ്റ്. ഇത് നമ്മളെ ടോട്ടലാണ് 7,14,000 ആണ് ടോട്ടൽ വരുന്നത്. അപ്പം ഇത് ടോട്ടൽ പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റിൽ നിന്നും ഇൻ്ററിം ഡിവിഡൻറ്റിലേക്കും സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്കൊക്കെ മാറ്റിയതിൻ്റെ ശേഷം എത്ര പ്രോഫിറ്റാണ്, ആ പ്രോഫിറ്റാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ഈ 7,40,000 നിന്നും 71,000 2 lakhും മൈനസ് ചെയ്താൽ എത്ര കിട്ടും നോക്കണം. ഇവിടെ എത്ര ആയിരിക്കും ഉണ്ടാവുക, 4,43,000 ആയിരിക്കും. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. ബാലൻസ് ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട എമൗണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്തതൊന്നും കൂടി നോക്കണം. ആദ്യം ഇൻകം എഴുതുന്നു, പിന്നെ എക്സ്പെൻഡിച്ചർ എഴുതുന്നു. ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറച്ചിട്ട് എത്ര കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് ഫോർവേഡ് ചെയ്യുന്ന പ്രോഫിറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പ്രോഫിറ്റുകളോ മറ്റ് ഫോർവേഡ് ചെയ്യാനുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ 2 lakh എഴുതാൻ കാരണം അവിടെ ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതും കൂടി ഇൻ്ററിം ഡിവിഡൻറ്റ് പ്രോഫിറ്റിലേക്ക് കൂട്ടിയിട്ടുള്ളത് 4,30,000. അപ്പം ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ പ്രോഫിറ്റ് എത്രയുണ്ട്, 7,14,000 ഉണ്ട്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റുന്നത് ഇതിൻ്റെ മുകളിൽ 25 കാണാൻ പാടില്ല. ഈ വർഷത്തേത് മാത്രം ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറച്ചിട്ട് എത്ര കിട്ടിയോ ഇതിൻ്റെ മുകളിൽ മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പാടുള്ളൂ.
25% കണ്ടു. അപ്പം ഈ അപ്രോപ്രിയേഷൻസിൻ്റെ അണ്ടറിലാണ് റിസർവിലേക്ക് മാറ്റുന്നതും ഇൻ്ററിം ഡിവിഡൻഡ് കൊടുക്കുന്നതും. ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതും എല്ലാം ഏതിലാണ്? റിസർവിലേക്ക് മാറ്റുന്നതും. അതായത് പ്രോഫിറ്റിൽ നിന്നും എടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതിലേക്ക് വരുന്നത്? അപ്രോപ്രിയേഷൻസ് വരും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടൊക്കെ പഠിച്ചതാണ് പാർട്ട്ണർഷിപ്പിൽ അല്ലേ? ആ ഒരു ഡിവിഡൻഡ് കൊടുക്കുന്നതും റിസർവിലേക്ക് മാറ്റുന്നതും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അപ്രോപ്രിയേഷൻസിൻ്റെ അണ്ടറിൽ റിസർവിലേക്ക് മാറ്റി, അതായത് ഈ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം റിസർവിലേക്ക് മാറ്റി ഇൻ്ററിം ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം എത്രയുണ്ടോ അതാണ് ഇവിടെ വരുന്ന ബാലൻസ്. ഇതാണ് ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫൈനൽ അക്കൗണ്ട് ബാലൻസ്, അതായത് ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റിൽ വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പം ഈ ഒരു ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ഈ ഒരു ക്ലാസ് തന്നെ കുറേ ടൈം എടുത്തത് കൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷന് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു സെപ്പറേറ്റ് ക്ലാസ് ആക്കിയിട്ട് തന്നെയാണ് തരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.